ഹലോ ഗൈസ്, വെൽക്കം ടു AR റിയാക്ട്സ്. കുറച്ച് ദിവസം മുന്നേ വന്നിട്ട് ഒരു ടീസറിനെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓ റോമിയോ പറഞ്ഞിട്ട്. ഇപ്പൊ അതിന്റെ ഒരു ഫുൾ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ഷാഹിദ് കപൂർ, നാന പട്ടേക്കർ, പിന്നെ വന്നിട്ട് വിക്രാന്ത്, അവിനാഷ്, തമന്ന, ദിശ പട്ടാനി, തൃപ്തി ദിമിത്രി ഇവരൊക്കെ ചേർന്നിട്ടാണ് ഈ പടം വന്നിരിക്കുന്നത്. വിശാൽ ഭദ്വാജ് ആണ് ഇതിന്റെ വന്നിട്ട് ഡയറക്ടർ. സോ അതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. സോ നമുക്ക് അതിനെ റിയാക്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഓക്കെ, ഇവരുടെ ലവേഴ്സാ. ഈ സീനിന് നല്ല പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു ഈ അടിയിൽ കൂടെ. ഇത് റിയൽ ലൈഫ് സ്റ്റോറിയാണേ. അത് ക്യാരക്ടർ അങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോറിനിലാണ് ഒക്കെ നടക്കുന്നത്. उस तरह से पंगा नहीं लेने का। वो शरीर से आत्मा ले जाता है। ആള് കമ്മീനെ പട ലുക്ക് ആയിരിക്കണല്ലോ. നാനാ പട്ടേക്കർ പോലീസ് ഇതില് ആള് ലെജൻഡാണ്. രജിത് നാഡിയാവാല പ്രസൻസ്. सुपारी का कितना लेते हैं आप? क्या देगी? ഋത്തിൻ്റെ ഹസ്ബൻഡ് മരിച്ച അപ്പോൾ റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഷാഹിദ് കപൂറിന്റെ അടുത്തേക്ക് വരുന്നു. किसी को मारना ना इतना आसान नहीं होता अक्षा। बड़े बड़े मुद्दे थे अपने पतलून में। मैं पतलून नहीं पहनती। हाय हाय डायलॉग। ദിശ പട്ടാൻ. ഓ ഇവർക്കിന് അപ്പൊ പാട്ടിന് മാത്രമേ വരുന്നത് തോന്നുന്നു. लकीर पार हुई और വേണ്ടായിരുന്നു. अंदर हमेशा के लिए एक हैवान पैदा हो जाता है। Either wrong coming from the terror. आपको मेरा जिस्म नहीं, मेरी रूह चाहिए, जो इस जन्म में तो आपको नहीं Oh, मिल सकती। ഇത് ലവ് ഫിലിം പോലെ എടുത്തിരിക്കുന്നത്. റിവെഞ്ച് സ്റ്റോറി ആണല്ലോ. इसलिए जुल्फे बढ़ा के मजनू बना बैठा। वो लड़की बारूद का ढेर है, खुद तो फटेगी ही, साथ में तेरे चित्र भी उड़वा देगी। ഓ മോനെ വില്ല അടിപൊളിയാക്കിണ്ട് അവിനാഷ് തിവാരി. ഫുൾ ബൾക്ക് അയാള്. അടിപൊളി ഷോട്ട്. ഗൺ ഷോട്ട് തന്നെ സീനിങ് ഷോട്ട് അടിപൊളിയുണ്ട്. തമന്ന ഇനിയും കാണിച്ചു പരിചല അവിനാഷ് തിവാരി. मैं तुझे अपनी हर सांस से नोच नोच के निकालूंगा and ഷാഹിദ് കപൂർ. ताकि मेरे अंदर तेरे लिए सिर्फ नफरत रह जाए। What a badass entry. Oh, Romeo. Oh, കഴിഞ്ഞിട്ട്. സമയണ്ട് എന്റെ പറ്റണം. ഐ തിങ്ക് കുറച്ചു ദിവസം മുന്നേ വന്നിട്ട് നിറയെ പ്രശ്നം ഉണ്ടായിരുന്നേ ഈ പടത്തിന്റെ റിയൽ ലൈഫ് ക്യാരക്ടർ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ലാസ്റ്റ് സീൻ വന്നിട്ട് ഈ പടത്തിന്റെ ഒരു ട്രാക്കിനെ മാറ്റും തോന്നുന്നുണ്ട്. എന്തായാലും അടിപൊളിയുണ്ട്. 13 ഫെബ്രുവരി ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ റിലീസാവും. ഹൈപ്പുണ്ട്, കാണാം നമുക്ക് എന്താ. പക്ഷെ ട്രെയിലർ വൈസ് സൂപ്പറായിട്ട് എഡിറ്റും മ്യൂസിക്കും ആക്ഷനും ഒരു പ്രോബ്ലം ഇല്ല ഈ പടത്തിൽ. എന്തായാലും എനിക്കിഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും. ഓക്കെ, എന്തായാലും അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.